എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. ഇഡ്ഡലി ദോശ വിഭവങ്ങൾ സൗത്ത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷണശീലങ്ങളാണ്. ആവി പറക്കുന്ന സാമ്പാറും പൂ പോലെയുള്ള ഇഡ്ഡലിയും മൊരിഞ്ഞ ദോശയും കൂടി ഉള്ളി അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുമായി ഏത് നാട്ടിൽ ചെന്നാലും നാം അന്വേഷിച്ച് നടക്കുകയും ചെയ്യും. ദോശയും ഇഡ്ഡലിയുമെല്ലാം പലപ്പോഴും ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നത്ര നന്നാകുന്നില്ല. ഇഡ്ഡലിക്ക് മാർദ്ദവമില്ല, ദോശ മൊരിയുന്നില്ല, അടിയിൽ പിടിച്ചു തുടങ്ങിയ പലതരത്തിലുള്ള പരാതികളും ഇവയിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പതിവുമാണ്. നല്ല ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കാവുന്നതിന്റെ ഏറ്റവും പ്രധാന ഗുട്ടൻസ് അരച്ചെടുക്കുന്ന മാവിൽ തന്നെയാണ്. നാം ഇതിനായി വീട്ടിൽ മാവ് തയ്യാറാക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധ വച്ചാൽ സൂപ്പർ ഇഡ്ഡലിയും ദോശയുമെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മാവരയ്ക്കാൻ ഉഴുന്നും അരിയും ഗുണമുള്ളതാകണം. പച്ചരിയാണ് സാധാരണ നല്ലത്. ദോശ മൊരിഞ്ഞതാകണമെങ്കിൽ അരയ്ക്കുമ്പോൾ അല്പം ചുവന്ന അരി കൂടി ഇടുന്നത് നല്ലതാണ്. അധികം വേണ്ട, 1-2 പിടി മതി. ഉഴുന്നും അരിയും കൃത്യ അളവിൽ എന്നതല്ല അനുപാതം. 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന അനുപാതത്തിൽ എടുക്കാം. തുല്യ അളവിൽ എടുത്താൽ ഉഴുന്ന് കൂടുതലാകും. റെസ്റ്റോറന്റുകളിലെ കനം കുറഞ്ഞ മൊരിഞ്ഞ ദോശ പലരെയും കൊതിപ്പിക്കുന്ന ഒന്നാണ്. ഇത്തരം മൊരിഞ്ഞ ദോശ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതിനായി 5 ചേരുവകൾ ചേർത്താൽ മതിയാകും. പച്ചരി, ഉഴുന്ന്, തുവരപ്പരിപ്പ്, അവൽ, ഉലുവ എന്നിവയാണ് ഇതിനായി വേണ്ടത്. അവിൽ ചുവന്ന നിറത്തിലുള്ളതോ വെളുത്തതോ ആകാം. ഇതിന്റെ അളവിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. 4 കൈ പച്ചരി, 2 കൈ ഉഴുന്ന്, 1 കൈ പരിപ്പ്, അര കൈ അവിൽ, ഉലുവ 2 നുള്ള് എന്നിവയാണ് ഇതിനായി വേണ്ടത്. അതായത് പച്ചരിയുടെ പകുതി ഉഴുന്ന്, ഉഴുന്നിന്റെ പകുതി പരിപ്പ്, പരിപ്പിന്റെ പകുതി അവൽ എന്നിങ്ങനെ പറയുന്നു. മാവ് 10 മുതൽ 12 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുക്കാം. ഈ ചേരുവകൾ എല്ലാം ഒരുമിച്ചിട്ട് നല്ല പോലെ പലയാവർത്തി കഴുകി കുതിർക്കാനിട്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. നല്ലതുപോലെ ഇത് അരച്ചെടുത്ത ശേഷം കൈകൊണ്ട് ഇത് ഇളക്കണം. കൈയിലെ നല്ല ബാക്ടീരിയകൾ മാവ് പുളിപ്പിക്കുവാൻ നല്ലതാണെന്നാണ് ഇതിനുള്ള കാരണം. പണ്ട് കാലത്ത് കൈകൊണ്ട് തന്നെ മാടിയിട്ടാണ് അരക്കല്ലിൽ ഇതെല്ലാം അരച്ചെടുക്കാറ്. ഈ കൈപ്രയോഗം ഇവിടെ ഈ വിധത്തിൽ ആക്കുന്നു എന്ന് മാത്രം. ഇതിനുശേഷം മാവ് നല്ലതുപോലെ ചായ ആറ്റുന്ന രീതിയിൽ 2-3 തവണ ആറ്റിയെടുക്കാം. ഇത് പിന്നീട് പുളിക്കുവാൻ വെക്കുക. ഇത് നല്ലതുപോലെ വീർത്ത് പുളിച്ചു വരണം. മാവ് ഇളക്കുമ്പോൾ വല്ലാതെ ഇളകുകയും അരുത്. അല്പം ഉപ്പ് തലേന്ന് തന്നെ മാവിൽ ഇട്ടുവെക്കാം. പിന്നീട് മാവ് നല്ലതുപോലെ ദോശക്കല്ല് ചൂടായ ശേഷം ഒഴിക്കാം. വശത്തുകൂടെ എണ്ണയോ നെയ്യോ ഒഴിക്കാം. കട്ടി കുറഞ്ഞ വേണം പരത്താൻ. തീ കൂട്ടി വെച്ചാലേ മൊരിഞ്ഞ നിറം വരൂ. റെസ്റ്റോറന്റിൽ ഉണ്ടാകുന്ന തരം മൊരിഞ്ഞ ദോശ തയ്യാർ. ഇഡ്ഡലിക്കായി ഉഴുന്നും അരിയും നല്ലതുപോലെ കുതിർത്തി വേണം അരയ്ക്കാൻ. വെവ്വേറെ ഇട്ട് അരയ്ക്കുക. ഉഴുന്ന് നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മാവിന് കൂടുതൽ മൃദുത്വം ലഭിക്കും. അരിയും ഇങ്ങനെ തന്നെ തയ്യാറാക്കാം. നല്ല മൃദുവായ ഇഡ്ഡലി ഉണ്ടാക്കാം. അതുപോലെ ഉഴുന്നിനൊപ്പം 1-2 സ്പൂൺ ഉലുവ കുതിർത്തി അരയ്ക്കുന്നതും രുചി വർദ്ധിപ്പിക്കും. ഇതുപോലെ ചില ചോറ് ചേർത്തും അരയ്ക്കാറുണ്ട്. ഇതും ദോശയും ഇഡ്ഡലിയും നന്നായി വരാൻ സഹായിക്കും. മാവ് തയ്യാറായി ഇളക്കി വെക്കുമ്പോൾ പാകത്തിന് വെള്ളം വേണം. കൂടുതലായാലും കുറവായാലും ഇത് പൊളിക്കാൻ സമയം പിടിക്കും. വേണ്ട രീതിയിൽ പൊന്തുകയുമില്ല. മാവിൽ വെള്ളം കൂടിയാൽ കോൺഫ്ലക്സോ റൊട്ടിപ്പൊടിയോ ചേർത്ത് ഇളക്കാം. മാവ് വൈകിട്ട് അരച്ച് രാവിലെ ഉണ്ടാക്കിയാൽ നന്നാകും. അതായത് മാവ് പൊളിക്കാനുള്ള സമയം നൽകണം. നല്ലതുപോലെ പൊന്തിയ മാവേ നല്ല ദോശയും ഇഡ്ഡലിയും നൽകൂ. മാവരച്ച് ഉടൻ ഫ്രിഡ്ജിൽ വെക്കുകയും അരുത്. പൊന്തിയ ശേഷം മാത്രം വെക്കുക. അതും ആദ്യത്തെ തവണ അരച്ച് പുറത്തു വെച്ച് പൊന്തി ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ നിന്നും മാവ് നേരത്തെ പുറത്തെടുത്ത് വെക്കുകയും വേണം. ഇത് പുറത്തെടുത്ത് ഉടൻ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കിയാൽ നന്നാകില്ല. തണുപ്പ് വിടാതെ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. മാവ് കൂടുതൽ പുളിച്ചാൽ നന്നാകില്ല. സ്റ്റീൽ പാത്രത്തിന് പകരം മൺപാത്രത്തിൽ സൂക്ഷിച്ചാൽ വല്ലാതെ പുളിക്കാതിരിക്കുകയും ചെയ്യും. പൊന്തി വന്ന മാവ് ഇളക്കാതെ മുകളിൽ നിന്നും എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ കൂടുതൽ മൃദുവാകും. ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ നല്ലെണ്ണ പുരട്ടുന്നത് ഇഡ്ഡലി മൃദുവാക്കും, സ്വാദും കൂട്ടും, തട്ടിൽ പട്ടിപ്പിടിക്കുകയും ഇല്ല. ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോൾ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയും
പച്ചമുളകും ചേർത്ത് അരച്ചാൽ രുചിയേറും. ഇഡ്ലി മൃദുവാകാൻ അല്പം അവിൽ ചേർത്താലും മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി.